ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ഫെബ്രുവരി തൊഴിൽ വാർത്തയിലെ വീക്ക്ലി കറണ്ട് അഫയേഴ്സിൽ വന്ന എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെയും റിവിഷനാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഞാൻ വിശദാംശങ്ങളും അതുപോലെ തന്നെ ഹരിശ്രീയിൽ വന്ന കറണ്ട് അഫയേഴ്സും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അതെല്ലാം വീക്ക്ലി കറണ്ട് അഫയേഴ്സിൻ്റെ സെപ്പറേറ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകളെ പറ്റി പഠനം നടത്തുന്നതിനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹം. ഉത്തരം എക്സ്പോസാറ്റ്. ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകളെ പറ്റി പഠനം നടത്തുന്നതിനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹം. ഉത്തരം എക്സ്പോസാറ്റ്. ഇന്ത്യ ഉൾപ്പെടുന്ന സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ 2024 ജനുവരി 1-ന് 5 രാജ്യങ്ങൾ കൂടി പുതിയതായി അംഗത്വം നേടി. ഏവ? ഉത്തരം ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഇന്ത്യ ഉൾപ്പെടുന്ന സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ 2024 ജനുവരി 1-ന് 5 രാജ്യങ്ങൾ കൂടി പുതിയതായി അംഗത്വം നേടി. ഏവ? ഉത്തരം ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്താണ്? ഉത്തരം കപ്പലുകളെ ലക്ഷ്യം വെച്ച് ചെങ്കടലിലേക്ക് യമനിലെ ഹൂതി സായുധ സംഘം നടത്തിവരുന്ന ആക്രമണം നേരിടുന്നതിന് US നേതൃത്വത്തിൽ രൂപവത്കരിച്ച 10 രാജ്യങ്ങൾ പങ്കാളികളായ സഖ്യം. ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്താണ്? ഉത്തരം കപ്പലുകളെ ലക്ഷ്യം വെച്ച് ചെങ്കടലിലേക്ക് യമനിലെ ഹൂതി സായുധ സംഘം നടത്തിവരുന്ന ആക്രമണം നേരിടുന്നതിന് US നേതൃത്വത്തിൽ രൂപവത്കരിച്ച 10 രാജ്യങ്ങൾ പങ്കാളികളായ സഖ്യം. 2020 മികച്ച ചിത്രത്തിനുൾപ്പെടെ 4 ഓസ്കാർ നേടിയ ദക്ഷിണ കൊറിയൻ ചലച്ചിത്രമായ പാരസൈറ്റിലെ ധനാഢ്യനായ ഗൃഹനായകനെ അവതരിപ്പിച്ച നടൻ സ്വയം ജീവനൊടുക്കി. പേര്? ഉത്തരം ലീ സൺ ക്യൂൻ. 2020 മികച്ച ചിത്രത്തിനുൾപ്പെടെ 4 ഓസ്കാർ നേടിയ ദക്ഷിണ കൊറിയൻ ചലച്ചിത്രമായ പാരസൈറ്റിലെ ധനാഢ്യനായ ഗൃഹനായകനെ അവതരിപ്പിച്ച നടൻ സ്വയം ജീവനൊടുക്കി. പേര്? ഉത്തരം ലീ സൺ ക്യൂൻ. ഡിസംബർ 28 ചെന്നൈയിൽ അന്തരിച്ച തമിഴ് നടൻ വിജയകാന്തിന്റെ യഥാർത്ഥ പേര്? ഉത്തരം വിജയരാജ് അഴകർ സ്വാമി. ഡിസംബർ 28-ന് ചെന്നൈയിൽ അന്തരിച്ച തമിഴ് നടൻ വിജയകാന്തിന്റെ യഥാർത്ഥ പേര്? ഉത്തരം വിജയരാജ് അഴകർ സ്വാമി. യുക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശത്തെ വിമർശിച്ച് കവിത ചൊല്ലിയ റഷ്യൻ കവിക്ക് മോസ്കോ കോടതി 7 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. കവി ആര്? ഉത്തരം ആർട്ടിയോം കമാർഡൻ. യുക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശത്തെ വിമർശിച്ച് കവിത ചൊല്ലിയ റഷ്യൻ കവിക്ക് മോസ്കോ കോടതി 7 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. കവി ആര്? ഉത്തരം ആർട്ടിയോം കമാർഡൻ. 2006 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ബംഗ്ലാദേശ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ ഡോക്ടർ മുഹമ്മദ് യൂനൂസ് അടുത്തിടെ വാർത്തകളിലെത്തിയത് എങ്ങനെയാണ്? ഉത്തരം തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി 6 മാസം ജയിൽ ശിക്ഷ വിധിച്ചു. 2006 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ബംഗ്ലാദേശ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ ഡോക്ടർ മുഹമ്മദ് യൂനൂസ് അടുത്തിടെ വാർത്തകളിലെത്തിയത് എങ്ങനെയാണ്? ഉത്തരം തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി 6 മാസം ജയിൽ ശിക്ഷ വിധിച്ചു. ഡോക്ടർ സവേര പർകാശ് എന്ന പാക് യുവതി അടുത്തിടെ ശ്രദ്ധ നേടിയത് എപ്രകാരമാണ്? ഉത്തരം പാകിസ്ഥാനിലെ പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത എന്ന നിലയിൽ. ഡോക്ടർ സവേര പർകാശ് എന്ന പാക് യുവതി അടുത്തിടെ ശ്രദ്ധ നേടിയത് എപ്രകാരമാണ്? ഉത്തരം പാകിസ്ഥാനിലെ പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത എന്ന നിലയിൽ. അടുത്തിടെ ലണ്ടനിൽ അന്തരിച്ച ജോൺ പിൽജർ ഏതു നിലയിൽ പ്രശസ്തി നേടിയ വ്യക്തിയാണ്?
ഉത്തരം അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകനും ഡോക്യുമെന്ററി നിർമ്മാതാവും. അടുത്തിടെ ലണ്ടനിൽ അന്തരിച്ച ജോൺ പിൽജർ ഏതു നിലയിൽ പ്രശസ്ത നേടിയ വ്യക്തിയാണ്? ഉത്തരം അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകനും ഡോക്യുമെന്ററി നിർമ്മാതാവും. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 ഭാഗ്യചിഹ്നം? ഉത്തരം വീരമംഗെ റാണി വേലു നാച്ചിയാർ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 ഭാഗ്യചിഹ്നം? ഉത്തരം വീരമംഗെ റാണി വേലു നാച്ചിയാർ. ലോകത്ത് മലയാളികളുടെ സ്ഥിര സാന്നിധ്യമല്ലാത്ത ഏക രാജ്യം ഏഷ്യയിൽ തന്നെയാണ്. പേര്? ഉത്തരം ഉത്തര കൊറിയ. ലോകത്ത് മലയാളികളുടെ സ്ഥിര സാന്നിധ്യമല്ലാത്ത ഏക രാജ്യം ഏഷ്യയിൽ തന്നെയാണ്. പേര്? ഉത്തരം ഉത്തര കൊറിയ. 2023 വ്യാസ് സമ്മാനം നേടിയ ഹിന്ദി എഴുത്തുകാരി? ഉത്തരം പുഷ്പഭാരതി. 2023 വ്യാസ് സമ്മാനം നേടിയ ഹിന്ദി എഴുത്തുകാരി? ഉത്തരം പുഷ്പഭാരതി. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന? ഉത്തരം ഓപ്പറേഷൻ വെറ്റ് സ്കാൻ. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന? ഉത്തരം ഓപ്പറേഷൻ വെറ്റ് സ്കാൻ. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ്? ഉത്തരം ഗുരുഗ്രാം. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ്? ഉത്തരം ഗുരുഗ്രാം. കഥാകൃത്ത് ടി പത്മനാഭന്റെ ജീവിതം ആധാരമാക്കിയുള്ള സിനിമ? ഉത്തരം നളിനകാന്തി. കഥാകൃത്ത് ടി പത്മനാഭന്റെ ജീവിതം ആധാരമാക്കിയുള്ള സിനിമ? ഉത്തരം നളിനകാന്തി. ഏത് സംസ്ഥാനത്താണ് ജനസമ്പർക്ക പരിപാടിയായ പ്രജാ ദർബാർ ആരംഭിച്ചത്? ഉത്തരം തെലങ്കാന. ഏത് സംസ്ഥാനത്താണ് ജനസമ്പർക്ക പരിപാടിയായ പ്രജാ ദർബാർ ആരംഭിച്ചത്? ഉത്തരം തെലങ്കാന. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 പേടകം 2024 ജനുവരി 6 ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെ ലഗ്രാഞ്ച് പോയിന്റ് 1-ലെത്തി. പുറപ്പെട്ടതിന്റെ എത്രാം ദിവസമാണ് പേടകം ലക്ഷ്യത്തിലെത്തിയത്? ഉത്തരം 127-ാം ദിവസം. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 പേടകം 2024 ജനുവരി 6 ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെ ലഗ്രാഞ്ച് പോയിന്റ് 1-ലെത്തി. പുറപ്പെട്ടതിന്റെ എത്രാം ദിവസമാണ് പേടകം ലക്ഷ്യത്തിലെത്തിയത്? ഉത്തരം 127-ാം ദിവസം. ബഹിരാകാശത്ത് അടുത്തിടെ വൈദ്യുത ഉൽപാദനശേഷി കൈവരിച്ച് ISRO നേട്ടം സ്വന്തമാക്കിയത് ഏത് പരീക്ഷണത്തിലൂടെയാണ്? ഉത്തരം ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം. ബഹിരാകാശത്ത് അടുത്തിടെ വൈദ്യുത ഉൽപാദനശേഷി കൈവരിച്ച് ISRO നേട്ടം സ്വന്തമാക്കിയത് ഏത് പരീക്ഷണത്തിലൂടെയാണ്? ഉത്തരം ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം. പുരാതന ഗ്രീസിലെ ഏറ്റവും വലിയ കൊട്ടാരം 16 വർഷം നീണ്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കു ശേഷം അടുത്തിടെ വീണ്ടും തുറന്നു. കൊട്ടാരത്തിന്റെ പേര്? ഉത്തരം ഏഗെ. പുരാതന ഗ്രീസിലെ ഏറ്റവും വലിയ കൊട്ടാരം 16 വർഷം നീണ്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കു ശേഷം അടുത്തിടെ വീണ്ടും തുറന്നു. കൊട്ടാരത്തിന്റെ പേര്? ഉത്തരം ഏഗായ്. ബ്ലൂംബെർഗിന്റെ ഇന്ത്യയിലെയും ഏഷ്യയിലെയും അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത്? ഉത്തരം ഗൗതം അദാനി. ബ്ലൂംബെർഗിന്റെ ഇന്ത്യയിലെയും ഏഷ്യയിലെയും അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത്? ഉത്തരം ഗൗതം അദാനി. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ വക്താവ്? ഉത്തരം രൺധീർ ജയ്സ്വാൾ.
വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ വക്താവ്? ഉത്തരം രൺധീർ ജയ്സ്വാൾ. ഏത് രാജ്യത്താണ് അവിടുത്തെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയെ യുവജനകാര്യ മന്ത്രിയായി നിയമിച്ചത്? ഉത്തരം UAE. ഏത് രാജ്യത്താണ് അവിടുത്തെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയെ യുവജനകാര്യ മന്ത്രിയായി നിയമിച്ചത്? ഉത്തരം UAE. കളിക്കാരനായും പരിശീലകനായും സ്വന്തം രാജ്യത്തിന് ലോകകപ്പ് കിരീടം നേടിക്കൊടുത്ത ആദ്യ ഫുട്ബോളർ 2024 ജനുവരി 5 അന്തരിച്ചു. പേര്? ഉത്തരം മരിയോ സഗാലോ. കളിക്കാരനായും പരിശീലകനായും സ്വന്തം രാജ്യത്തിന് ലോകകപ്പ് കിരീടം നേടിക്കൊടുത്ത ആദ്യ ഫുട്ബോളർ 2024 ജനുവരി 5 അന്തരിച്ചു. പേര്? ഉത്തരം മരിയോ സഗാലോ. അടുത്തിടെ കൊച്ചിയിൽ അന്തരിച്ച തക്കാക്കോ മുല്ലൂരിന്റെ പ്രാധാന്യം എന്താണ്? ഉത്തരം 1976 തകഴിയുടെ ചെമ്മീൻ എന്ന നോവൽ ജാപ്പനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. അടുത്തിടെ കൊച്ചിയിൽ അന്തരിച്ച തക്കാക്കോ മുല്ലൂരിന്റെ പ്രാധാന്യം എന്താണ്? ഉത്തരം 1976 തകഴിയുടെ ചെമ്മീൻ എന്ന നോവൽ ജാപ്പനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. മോശപ്പെട്ട കാലാവസ്ഥ മൂലം ലാൻഡിംഗ് ദുഷ്കരമായ കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രിയിൽ ആദ്യമായി പറന്നിറങ്ങിയ ഇന്ത്യൻ വ്യോമസേനാ വിമാനം? ഉത്തരം C-130J വിമാനം. മോശപ്പെട്ട കാലാവസ്ഥ മൂലം ലാൻഡിംഗ് ദുഷ്കരമായ കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രിയിൽ ആദ്യമായി പറന്നിറങ്ങിയ ഇന്ത്യൻ വ്യോമസേനാ വിമാനം? ഉത്തരം C-130J വിമാനം. എത്ര വർഷത്തിനു ശേഷമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ബ്രിട്ടനിൽ സന്ദർശനം നടത്തിയത്? ഉത്തരം 22. എത്ര വർഷത്തിനു ശേഷമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ബ്രിട്ടനിൽ സന്ദർശനം നടത്തിയത്? ഉത്തരം 22. 2024 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളിൽ 5 എണ്ണം നേടിയ ചലച്ചിത്രം? ഉത്തരം ഓപ്പൺഹൈമർ. 2024 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളിൽ 5 എണ്ണം നേടിയ ചലച്ചിത്രം? ഉത്തരം ഓപ്പൺഹൈമർ. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി തുടർച്ചയായി എത്രാം വട്ടമാണ് ഷെയ്ഖ് ഹസീന ചുമതലയേറ്റത്? ഉത്തരം 4ാം വട്ടം. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി തുടർച്ചയായി എത്രാം വട്ടമാണ് ഷെയ്ഖ് ഹസീന ചുമതലയേറ്റത്? ഉത്തരം 4ാം വട്ടം. 2024 ഹരിവരാസനം അവാർഡ് നേടിയത്? ഉത്തരം PK വീരമണിദാസൻ. 2024 ഹരിവരാസനം അവാർഡ് നേടിയത്? ഉത്തരം PK വീരമണിദാസൻ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനെതിരെ അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്ന് ഏത് അയൽരാജ്യത്തെ 3 മന്ത്രിമാർക്കാണ് രാജിവെക്കേണ്ടി വന്നത്? ഉത്തരം മാലദ്വീപ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനെതിരെ അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്ന് ഏത് അയൽരാജ്യത്തെ 3 മന്ത്രിമാർക്കാണ് രാജിവെക്കേണ്ടി വന്നത്? ഉത്തരം മാലദ്വീപ്. ലഹരി വസ്തുവായ കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ 2023 മുന്നിലെത്തിയ രാജ്യം? ഉത്തരം മ്യാൻമാർ. ലഹരി വസ്തുവായ കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ 2023 മുന്നിലെത്തിയ രാജ്യം? ഉത്തരം മ്യാൻമാർ. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ സ്വർവേദ് മഹാമന്ദിർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഉത്തരം വാരാണസി. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ സ്വർവേദ് മഹാമന്ദിർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഉത്തരം വാരാണസി. 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലം? ഉത്തരം അടൽ സേതു. 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലം? ഉത്തരം അടൽ സേതു. തായ്വാനിലെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ലായ് ചിങ്തെ. തായ്വാനിലെ പുതിയ പ്രസിഡന്റായി
തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ലായ് ചിങ്തെ. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം? ഉത്തരം കൃത്രിം. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം? ഉത്തരം കൃത്രിം. വടക്കൻ അറബിക്കടലിൽ ചരക്കുകപ്പൽ റാഞ്ചാനുള്ള കടൽ കൊള്ളക്കാരുടെ ശ്രമം തടഞ്ഞ ഇന്ത്യയുടെ കമാൻഡോ വിഭാഗം? ഉത്തരം മാർക്കോസ്. വടക്കൻ അറബിക്കടലിൽ ചരക്കുകപ്പൽ റാഞ്ചാനുള്ള കടൽ കൊള്ളക്കാരുടെ ശ്രമം തടഞ്ഞ ഇന്ത്യയുടെ കമാൻഡോ വിഭാഗം? ഉത്തരം മാർക്കോസ്. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി? ഉത്തരം ഗബ്രിയേൽ അത്താൽ. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി? ഉത്തരം ഗബ്രിയേൽ അത്താൽ. സംസ്ഥാന സാംസ്കാരിക വകുപ്പ് നൽകുന്ന സ്വാതി പുരസ്കാരം 2021 നേടിയത്? ഉത്തരം PR കുമാര കേരളവർമ്മ. സംസ്ഥാന സാംസ്കാരിക വകുപ്പ് നൽകുന്ന സ്വാതി പുരസ്കാരം 2021 നേടിയത്? ഉത്തരം PR കുമാര കേരളവർമ്മ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 ഓടക്കുഴൽ അവാർഡ് നേടിയത്? ഉത്തരം PN ഗോപി കൃഷ്ണൻ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 ഓടക്കുഴൽ അവാർഡ് നേടിയത്? ഉത്തരം PN ഗോപി കൃഷ്ണൻ. ദേശീയ യുവജന ദിനം എന്നാണ്? ഉത്തരം ജനുവരി 12. ദേശീയ യുവജന ദിനം എന്നാണ്? ഉത്തരം ജനുവരി 12. ഇന്ത്യയുടെ ദേശീയ കരസേനാ ദിനം എന്നാണ്? ഉത്തരം ജനുവരി 15. ഇന്ത്യയുടെ ദേശീയ കരസേനാ ദിനം എന്നാണ്? ഉത്തരം ജനുവരി 15. രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം ദുബായ്. രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം ദുബായ്. 2024 ജനുവരി 13 അന്തരിച്ച പ്രഭ അത്രേ ഏത് മേഖലയിൽ പ്രസിദ്ധയായ വനിതയാണ്? ഉത്തരം ഹിന്ദുസ്ഥാനി സംഗീതം. 2024 ജനുവരി 13 അന്തരിച്ച പ്രഭ അത്രേ ഏത് മേഖലയിൽ പ്രസിദ്ധയായ വനിതയാണ്? ഉത്തരം ഹിന്ദുസ്ഥാനി സംഗീതം. ഏത് വനിതാ രാഷ്ട്രീയ പ്രവർത്തകയുടെ ആത്മകഥയാണ് ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത? ഉത്തരം വൃന്ദ കാരാട്ട്. ഏത് വനിതാ രാഷ്ട്രീയ പ്രവർത്തകയുടെ ആത്മകഥയാണ് ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത? ഉത്തരം വൃന്ദ കാരാട്ട്. കൊല്ലത്ത് നടന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത്? ഉത്തരം കണ്ണൂർ. കൊല്ലത്ത് നടന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത്? ഉത്തരം കണ്ണൂർ. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം? ഉത്തരം കരുവണ്ണൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രം. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം? ഉത്തരം കരുവണ്ണൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രം. 2020 ക്രിക്കറ്റിൽ 1000 റൺസ് തികയ്ക്കുകയും 100 വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്ത ഇന്ത്യൻ വനിതാ താരം? ഉത്തരം ദീപ്തി ശർമ്മ. 2020 ക്രിക്കറ്റിൽ 1000 റൺസ് തികയ്ക്കുകയും 100 വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്ത ഇന്ത്യൻ വനിതാ താരം? ഉത്തരം ദീപ്തി ശർമ്മ. ഏത് മലയാള മഹാകവിയുടെ വിയോഗത്തിനാണ് 2024 ജനുവരി 16 100 വർഷം തികഞ്ഞത്? ഉത്തരം കുമാരനാശാൻ. ഏത് മലയാള മഹാകവിയുടെ വിയോഗത്തിനാണ് 2024 ജനുവരി 16 100 വർഷം തികഞ്ഞത്? ഉത്തരം കുമാരനാശാൻ. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാരം ആരംഭിക്കുന്നതെവിടെയാണ്? ഉത്തരം ദ്വാരക. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാരം ആരംഭിക്കുന്നതെവിടെയാണ്? ഉത്തരം ദ്വാരക. ഇന്ത്യൻ നാവികസേനയുടെ ബഹുരാഷ്ട്ര അഭ്യാസമായ മിലാൻ 24ന്റെ വേദി? ഉത്തരം വിശാഖപട്ടണം. ഇന്ത്യൻ നാവികസേനയുടെ ബഹുരാഷ്ട്ര അഭ്യാസമായ മിലാൻ 24ന്റെ വേദി? ഉത്തരം
വിശാഖപട്ടണം. നിപ്പ വൈറസിനെതിരെയുള്ള മനുഷ്യരിലെ ആദ്യ വാക്സിൻ പരീക്ഷണം നടന്നത് എവിടെയാണ്? ഉത്തരം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ. നിപ്പ വൈറസിനെതിരെയുള്ള മനുഷ്യരിലെ ആദ്യ വാക്സിൻ പരീക്ഷണം നടന്നത് എവിടെയാണ്? ഉത്തരം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ. 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ലയണൽ മെസ്സി. 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ലയണൽ മെസ്സി. മുൻ കരസേനാ മേധാവി ജനറൽ MM നരവണ്ണയുടെ ആത്മകഥയുടെ പേര്? ഉത്തരം 4 Stars of Destiny. മുൻ കരസേനാ മേധാവി ജനറൽ MM നരവണ്ണയുടെ ആത്മകഥയുടെ പേര്? ഉത്തരം 4 Stars of Destiny. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം എന്നാണ്? ഉത്തരം ജനുവരി 16. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം എന്നാണ്? ഉത്തരം ജനുവരി 16. 2024 ജനുവരി 15 അന്തരിച്ച ചലച്ചിത്ര സംഗീത സംവിധായകൻ? ഉത്തരം KK ജോയ്. 2024 ജനുവരി 15 അന്തരിച്ച ചലച്ചിത്ര സംഗീത സംവിധായകൻ? ഉത്തരം KK ജോയ്. ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താനിടയുള്ള രാഷ്ട്രങ്ങളുടെ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഉത്തരം 35. ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താനിടയുള്ള രാഷ്ട്രങ്ങളുടെ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഉത്തരം 35. അടുത്തിടെ അന്തരിച്ച എഴുത്തുകാരി KB ശ്രീദേവിയുടെ പ്രധാന കൃതികൾ? ഉത്തരം യജ്ഞം, അഗ്നിഹോത്രം, ദശരഥം, കുട്ടിത്തിരുമേനി, കൃഷ്ണാനുരാഗം, കൂറൂരമ്മ. അടുത്തിടെ അന്തരിച്ച എഴുത്തുകാരി KB ശ്രീദേവിയുടെ പ്രധാന കൃതികൾ? ഉത്തരം യജ്ഞം, അഗ്നിഹോത്രം, ദശരഥം, കുട്ടിത്തിരുമേനി, കൃഷ്ണാനുരാഗം, കൂറൂരമ്മ. ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൈതൃക ഇടനാഴിയാണ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? ഉത്തരം പുരി ജഗന്നാഥ ക്ഷേത്രം. ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൈതൃക ഇടനാഴിയാണ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? ഉത്തരം പുരി ജഗന്നാഥ ക്ഷേത്രം. ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവന നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത ബഹുമതിയായ രാജാ രവിവർമ്മ പുരസ്കാരം 2022 ലഭിച്ചത്? ഉത്തരം സുരേന്ദ്രൻ നായർ. ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവന നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത ബഹുമതിയായ രാജാ രവിവർമ്മ പുരസ്കാരം 2022 ലഭിച്ചത്? ഉത്തരം സുരേന്ദ്രൻ നായർ. ഗാസയിൽ ഇസ്രയേൽ പലസ്തീനികളെ വംശഹത്യ നടത്തുന്നുവെന്ന് കാട്ടി ഹേഗ് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയ രാജ്യം? ഉത്തരം ദക്ഷിണാഫ്രിക്ക. ഗാസയിൽ ഇസ്രയേൽ പാലസ്തീനികളെ വംശഹത്യ നടത്തുന്നുവെന്ന് കാട്ടി ഹേഗ് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയ രാജ്യം? ഉത്തരം ദക്ഷിണാഫ്രിക്ക. ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള 4 വയസ്സുകാരി സാറ സിഫ്ര അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? ഉത്തരം എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള 4 വയസ്സുകാരി സാറ സിഫ്ര അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? ഉത്തരം എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. അഴിമതി കേസിനെ തുടർന്ന് അടുത്തിടെ രാജിവെച്ച ഇന്ത്യൻ വംശജനായ സിംഗപ്പൂർ ഗതാഗത മന്ത്രി? ഉത്തരം S. ഈശ്വരൻ. അഴിമതി കേസിനെ തുടർന്ന് അടുത്തിടെ രാജിവെച്ച ഇന്ത്യൻ വംശജനായ സിംഗപ്പൂർ ഗതാഗത മന്ത്രി? ഉത്തരം S. ഈശ്വരൻ. ഇതോടെ 2024 ഫെബ്രുവരി മാസത്തിലെ തൊഴിൽ വാർത്താ വീക്ക്ലി കറന്റ് അഫയേഴ്സിന്റെ റിവിഷൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ
ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്